ഇതിന്റെ പേര് നിനക്കറിയാമോ? എന്താണ്? നിനക്കിഷ്ടമാണോ? അപ്പം നമുക്ക് പൊരിച്ചാലാ? പൊരിക്കാം. അപ്പം നമുക്ക് കരുവാട് കുട്ടന്മാരെ പുറത്തിട്ടാലോ? അപ്പോൾ കരുവാട് കുട്ടന്മാരെ പുറത്തിടാനായിട്ട് ഞാൻ കവർ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല കട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ കവറിന് പിച്ചാത്തി കൊണ്ട് എത്ര കട്ട് ചെയ്തിട്ടും പറ്റണില്ല. ഞാൻ അവസാനം വലിച്ച് അമ്മേന്നുള്ള ബലം പ്രയോഗിച്ച് വലിച്ച് ഇതാ ഇപ്പം കരുവാട് കുട്ടന്മാരെ പുറത്തിട്ടു. അപ്പോൾ നമ്മൾ കരുവാട് കുട്ടന്മാർ പാത്രത്തിൽ കിടക്കുകയാണ്. ഇനി നമുക്ക് അവയെ വൃത്തിയാക്കിയാലോ? കരുവാട് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് കരുവാടൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കരുവാട് നന്നായി കുതിർന്ന് കഴിഞ്ഞാൽ കരുവാട് നമുക്കതിൻ്റെ തൊലി ഇളക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തൊലി ഇളക്കാം. അപ്പോൾ കരുവാട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. അതിന് പ്ലാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുതിർന്ന കരുവാടായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലാലൊക്കെ പെട്ടെന്ന് ഇളകിപ്പോയി. ഇളക്കാൻ എളുപ്പമായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം കരുവാടിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിടേണ്ട. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക, കാരണം അതിൽ അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം നമ്മൾ കരുവാടിലിട്ടാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കറിവേപ്പിലയും അതിലൂടെ ഇടുക. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു പ്രത്യേക രുചി തന്നെ കിട്ടും. അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇരുമ്പിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇരുമ്പിച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കാരണം ഇവിടെ എല്ലാവർക്കും കൊളസ്ട്രോൾ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് തികയോ ഇല്ലയെന്ന് ഡൗട്ട് ആയതുകൊണ്ട് വീണ്ടും ഒഴിച്ചു വെളിച്ചെണ്ണ. അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരികയാണ്. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഓരോ കരുവാട് കുട്ടന്മാരെയായിട്ട് ഞാൻ അതിലോട്ട് ഇങ്ങനെ പറക്കിയിട്ടു. അപ്പോൾ കരുവാട് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ പൊരിയാണ്. മണമൊക്കെ എൻ്റെ മൂക്കിലടിച്ച് കയറുകയാണ്. നല്ല മണമാണ്. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സവാളയും പച്ചമുളകും അരിഞ്ഞത് ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ്. അതിനെ എന്ത് ചെയ്യുന്നു, ഈ തിളച്ച കരുവാടിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇതിനൊരു പ്രത്യേക രുചിയാണ്. സവാളയും പച്ചമുളകും ഇട്ട് കരുവാട് പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന കരുവാടിലേക്ക് ഈ സവാളയും. അപ്പോൾ കരുവാട് ഞാൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അമ്മ ദാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. നല്ല കാന്താരി മുളകും തേങ്ങയും വറ്റൽമുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് അമ്മ വെച്ചു. ഇതാണ് നമ്മുടെ കരുവാടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഉള്ളി ഇതേ ഞാൻ ഒരു വശത്തേക്ക് മാറ്റി. ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് കരുവാടേ പൊരിക്കാനുള്ളായിരുന്നു. ആ കരുവാട് ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇതാ നമുക്ക് ടേസ്റ്റ് ചെയ്താൽ വയ്ക്കാമല്ലോ. കരുവാട് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാമോ? സൂപ്പറാണ്. ഇപ്പം ഇന്ന് രാത്രിയിലത്തേക്കുള്ള അത്താഴം റെഡിയായിട്ടുണ്ട്. ചോറ്, ചക്ക, പിന്നെ മാങ്ങ അച്ചാർ, അതുകൂടാതെ കരുവാട്, നമ്മുടെ സവാളയൊക്കെ ഇട്ട കരുവാടാണ്. അത് നല്ലതായിട്ട് അധികം മൂക്കാത്തതാണ്. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തിയാണ്. ഇതൊക്കെ കൂട്ടി നിവേദന ചോറ് കൊടുക്കാൻ പോവുകയാണ്. അത്യാവശ്യം എല്ലാം നല്ല ചെറിയ ചൂടുള്ള ഐറ്റംസാണ്. നിവേദന കരുവാട് ഭയങ്കര ഇഷ്ടമാണ്. ചോറും ചമ്മന്തിയും കരുവാടും മാങ്ങ അച്ചാറും ചക്കയും കൂട്ടി നല്ലൊരു ഊണ് നമുക്ക് കഴിച്ചാലോ. ഒരു ഊണല്ല, അത്താഴം, രാത്രിയിലത്തുള്ള അത്താഴം കഴിച്ചാലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.